സംസ്ഥാനത്ത് എലിപ്പനി ബാധിച്ച് ഒരു മരണം സ്ഥിരീകരിച്ചു. ഇന്ന് 75 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് ഷിഗല്ലയും സ്ഥിരീകരിച്ചു. കൊല്ലം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. 7 പേർക്ക് മലേറിയയും 13 പേർക്ക് എലിപ്പനിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 13,187 പേർക്ക് പനി ബാധിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, എലിപ്പനി ബാധിച്ച് ഒരാളാണ് മരിച്ചിട്ടുള്ളത്. ഒപ്പം ഇന്ന് മൊത്തം പനിക്കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 3 മരണമാണ്. ഈ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് ആരോഗ്യ കേരളം വിറയ്ക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാനം എത്രത്തോളം വലിയ ആശങ്കയിലാണ് ഈ പകർച്ചവ്യാധിയിൽ? പകർച്ചവ്യാധി ഭീഷണി തന്നെയാണ് അമ്പിളി കേരളം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ ദിവസവും 13,000-ന് മുകളിലാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പനി ബാധിച്ച് ചികിത്സയ്ക്കായി എത്തുന്നവരുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഷിഗല്ല രോഗബാധ അത് ഓരോ ദിവസവും കൂടിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം. സംസ്ഥാന വ്യാപകമായി തന്നെ പലയിടങ്ങളിലും ഈ രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ന് 13 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് വിവിധ ജില്ലകളിലായിട്ടാണ് ഇത്തരത്തിൽ ഈ ഷിഗല്ല രോഗം സ്ഥിരീകരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നൊരു മരണമുണ്ടായത് അത് എലിപ്പനി ബാധിച്ചുള്ള മരണമാണ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരെണ്ണം എലിപ്പനിയാണോ എന്നുള്ള സംശയത്തിൽ നിൽക്കുന്നു. ഒപ്പം തന്നെ ഒരെണ്ണം മഞ്ഞപ്പിത്തത്തെ തുടർന്നുള്ള മരണമാണ്. അങ്ങനെ 3 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിൽ ഇത്തരത്തിൽ പനി മാത്രമല്ല, ഷിഗല്ല മാത്രമല്ല, മറിച്ച് മറ്റു പല പകർച്ചവ്യാധികളും ഈ രീതിയിൽ തന്നെ പടർന്നു പിടിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ് രംഗത്ത് വരികയാണ്. നാളെ ഇപ്പോൾ ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കാനുള്ള തീരുമാനത്തിലാണ്. നാളെ രാവിലെ കെ മുരളീധരന്റെ വീട്ടിൽ അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമായി തന്നെ നടത്തും. വീടും പരിസരവും ഒക്കെ തന്നെ വൃത്തിയാക്കിക്കൊണ്ട് തന്നെ ഉള്ളൊരു നടപടിക്രമത്തിലേക്ക് കടക്കുക, ശുചിത്വം പാലിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഈ പനിക്കൊപ്പം തന്നെ ഈ എലിപ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിൽ തന്നെ അതിൻ്റെ രോഗബാധിതരുടെ എണ്ണം ക്രമാതീതമായി തന്നെ കൂടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ 13 പേർക്ക് ഷിഗല്ല രോഗം ബാധിച്ചിരിക്കുന്നു. അതിൽ കോഴിക്കോട് 4 പേരുണ്ട്, മലപ്പുറം, കണ്ണൂർ 3 വീതം, പാലക്കാട് 2, കൊല്ലത്ത് 1 എന്നിവിടങ്ങളാണ് ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ജൂൺ മാസം മാത്രം 133 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 5 മരണവും ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതും വലിയ ഒരു കണക്ക് തന്നെയാണ്. ഈ വർഷം ഇതുവരെ 209 ഷിഗല്ല രോഗബാധയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ രീതിയിൽ വലിയ കണക്കായി തന്നെ നമുക്കത് എടുത്ത് പറയേണ്ടതായിട്ടുള്ള സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ ഒരു മാസം ഏതാണ്ട് 2 ലക്ഷത്തിലധികം ആളുകൾക്കാണ് പനിബാധയുമായി അവർ ചികിത്സയ്ക്കായി എത്തിയത് എന്നുള്ളതാണ്. ഇന്ന് 13,187 പേർ ഇന്ന് ചികിത്സ തേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഞ്ഞപ്പിത്തം, ഒപ്പം തന്നെ എലിപ്പനി, മലേറിയ തുടങ്ങിയിട്ടുള്ള രോഗങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അമ്പിളി.